ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റനെയർ വരെയാണ് അല്ലെ, ക്വസ്റ്റനെയറിന്റെ ഫീച്ചേഴ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അതിന്റെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ എന്നുള്ളതാണ്. ഇതിങ്ങനെ തന്നെ ഒരുപാട് തവണ നമ്മുടെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളുക. അപ്പോൾ മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഒരു ഹെഡിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല, വേറൊരു രീതിയിൽ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ എന്നും അവർക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മള് സോഴ്സസ് ഓഫ് ഡേറ്റ തൊട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സോഴ്സസ് ഓഫ് ഡേറ്റ എന്തൊക്കെയായിരുന്നു അല്ലെ, പ്രൈമറി സെക്കൻഡറി. ഇപ്പൊ നിങ്ങളിപ്പം ഒന്ന് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഗോ ബാക്ക് ടു യുവർ പോർഷൻസ്, അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഓരോ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തലേന്ന് എന്താണോ പഠിപ്പിച്ചത് അതിന്ന് റിവൈസ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, സോ നമുക്ക് മോഡ് ഓഫ് ഡേറ്റ കളക്ഷനെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഒരു 3 രീതിയിലാണ് നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് അല്ലെ, അതായത് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഡയറക്ട്ലി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 3 ബേസിക് വേസ് ആണ്, അല്ലെങ്കിൽ 3 വഴികളിലൂടെയാണ് നമ്മൾ ഈ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്കുള്ളത് പേഴ്സണൽ ഇന്റർവ്യൂസ് ആണ്. നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കും, പേഴ്സണൽ ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബ് ചാനലുകളിലും. അങ്ങനെയൊക്കെ നിങ്ങൾ അല്ലാതെയുള്ള ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പം അതേ ഇന്റർവ്യൂസ് യൂസ് ചെയ്ത് നമ്മൾ ആൾക്കാരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പേഴ്സണൽ എന്താണ് ഇന്റർവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ പറയും, എങ്കിലും ഓർത്തിരിക്കുക. പേഴ്സണൽ ആയിട്ട് നമ്മൾ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ജനറൽ ഇന്റർവ്യൂകൾ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഇന്റർവ്യൂസിനെയാണ് നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ. സെക്കൻഡ് വൺ ഈസ് മെയിലിംഗ് സർവേസ് എന്നുള്ളതാണ്. മെയിലിംഗ് സർവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്വസ്റ്റനെയർ പഠിച്ചല്ലോ. അപ്പൊ ഈ ക്വസ്റ്റനെയർ നമ്മൾ ഗൂഗിൾ, അതായത് ജിമെയിലുകൾ ഉണ്ടല്ലോ, ജിമെയിലുകൾ, ഔട്ട്ലുക്ക് പോലത്തുള്ള മെയിലുകളിലൂടെ നമ്മൾ ഇത് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തിട്ട് അവരുടെ അടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു തരാൻ പറയും. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ മേ ബി ഗൂഗിൾ ഫോം നിങ്ങൾക്ക് അയച്ചു തരുമായിരിക്കും. ഗൂഗിൾ ഫോം അയച്ചു തന്നിട്ട് നിങ്ങളോട് പറയും, എടാ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് തിരിച്ചയക്കണേ. അപ്പൊ ഇതൊരു കൈൻഡ് ഓഫ് മെയിലിംഗ് സർവേ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു സർവേ, ഒരു ഗൂഗിൾ ഫോം അയച്ചു തരുന്നു, അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുന്നു അല്ലെ. സോ സെക്കൻഡ് മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ വഴിയാണ് ഈ ക്വസ്റ്റനെയറിന്റെ സർവേകൾ നടത്തുക എന്നുള്ളത്. ഇത് നമ്മൾ നേരിട്ട് കൊണ്ട് കൊടുക്കുകയല്ല, പകരം എന്താണ്, മെയിലിലൂടെ അയച്ചു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. മെയിലിലൂടെ അയച്ചു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ടെലഫോൺ ഇന്റർവ്യൂസ് ആണ്. ഓക്കെ, നിങ്ങളെ ഫോൺ എടുക്കുന്നു, നിങ്ങൾ പേഴ്സണൽ ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഇന്റർവ്യൂകൾ അറിയായിരിക്കുമല്ലോ. നമ്മള് എന്താണ്, ചോദ്യം ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും അടുത്തടുത്ത് ഇരുന്നിട്ടായിരിക്കും ഒരു ഇന്റർവ്യൂ നടത്തുന്നത്. പക്ഷെ ടെലഫോൺ ഇന്റർവ്യൂല് നമുക്ക് അങ്ങനെ കാണാനോ ഒന്നും പറ്റില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞു തരും, എങ്കിലും ഇപ്പൊ ഒന്ന് കേട്ടിരുന്നോളുക. ടെലഫോൺ ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും, നമ്മൾ ഫോൺ എടുക്കുന്നു, എന്നിട്ട് പറയും ഓക്കെ നിങ്ങളുടെ പേരെന്താ, അങ്ങനെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഈ ഒരു 3 രീതികളാണ് നമുക്ക് ഡേറ്റ കളക്ഷനിലുള്ളതെന്ന് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂസ് ആണ്. സെക്കൻഡ്ലി നമുക്ക് മെയിലിംഗ് ക്വസ്റ്റനെയർ സർവേസ് ആണ്. മൂന്നാമതായിട്ട് ടെലഫോൺ ഇന്റർവ്യൂസ് ആണ്. ഒരിക്കൽ കൂടെ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കണം. പേഴ്സണൽ ഇന്റർവ്യൂസ് ഉണ്ട്, മെയിലിംഗ് സർവേസ് ഉണ്ട്, ടെലഫോൺ ഇന്റർവ്യൂസ് ഉണ്ട്. ഓക്കെ ആണോ? ഇതിങ്ങനെ തന്നെ നമുക്ക് കുറെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് ഞാൻ ഈ ഒരു ചാപ്റ്റർ തീർന്നതിന് ശേഷം കാണിക്കാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂസ് എന്ന് നോക്കാം. ഇപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമുക്ക് കുറെ ആൾക്കാരെ ഡയറക്ട്ലി ആക്സസബിൾ ആണെങ്കിൽ, അതായത് ഇപ്പോ എനിക്ക് 11th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ
ഒരു കാര്യം നേരിട്ടറിയണം. അപ്പൊ നേരിട്ടറിയണം, ഞാൻ അവിടുത്തെ ക്ലാസ് ടീച്ചർ ആണെന്ന് നിങ്ങൾ അങ്ങ് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഓരോ കുട്ടികളെയും വിളിച്ചിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, അല്ലെ? അപ്പൊ ഇതൊരു കൈൻഡ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ ആണ്. ഇവിടെ എനിക്ക് ഈ കുട്ടികളെ എല്ലാം, അതായത് ആരൊക്കെയാണോ എനിക്ക് ഇൻഫർമേഷൻ തരേണ്ടത്, അവരെ എല്ലാം എനിക്ക് കയ്യിൽ കിട്ടുന്ന രീതിയിലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അവരെ ഡയറക്റ്റ്ലി പോയി കാണാനും കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അറിയായിരിക്കുമല്ലോ നിങ്ങള്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് ഫേസ് ടു ഫേസ്, അല്ലെ? ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും, അല്ലെ? അപ്പോ അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ റിസർച്ചറിന്, അല്ലെങ്കിൽ നമുക്ക് ആർക്കാണോ വിവരങ്ങൾ വേണ്ടത്, അയാൾക്ക് ഈ മെമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള എന്താണ്, മെമ്പേഴ്സിനെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അതിനെ നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയാം. അപ്പൊ അത് ഫേസ് ടു ഫേസ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. അത് ഫേസ് ടു ഫേസ് ആണ്, ആക്സസബിൾ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഫേസ് ടു ഫേസ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട്, അതായത് ഉത്തരം പറയുന്ന ആളും ഉത്തരം പറയുന്ന ആളും അതുപോലെ ചോദ്യം ചോദിക്കുന്ന ആളും തമ്മിലുള്ള ഒരു കോണ്ടാക്ട്, അല്ലെ? ഒരു ഫേസ് ടു ഫേസ് ആയിട്ട് അവർ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങള് കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം മോഹൻലാലിന്റെ ഒക്കെ ഇന്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ യൂട്യൂബില്. അപ്പം ഇപ്പൊ മോഹൻലാലിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് പറയുന്നു. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കും, എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിനെ ഇത്രമാത്രം ഇൻസ്പയർ ചെയ്തത് എന്ന് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അവിടെ തെറ്റിദ്ധാരണകളൊന്നും വരില്ല, അല്ലെ? നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അത് മുന്നോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും ആൻസേഴ്സ് ആയിട്ടും ഒക്കെ ചോദിച്ചു പോകാനായിട്ട് ഒരു പേഴ്സണൽ ഇന്റർവ്യൂല് പോസിബിൾ ആണ്. സോ അതാണ് സപ്ലിമെന്ററി ആയിട്ട്, അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഗുണങ്ങളാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് ആണ്. ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് അപ്പപ്പോ തന്നെ നമുക്ക് മറുപടി കിട്ടും, അല്ലെ? നമുക്ക് എക്സാമിന് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട്, ഈ 3 മോഡ് ഓഫ് ഡേറ്റ കളക്ഷന്റെയും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് ഒന്ന് കുറച്ച് അറ്റൻഷൻ കൊടുത്തിരിക്കുക. ഓക്കെ. അപ്പോ ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ അതിന് എനിക്ക് മറുപടി തരും, അല്ലെ? അപ്പൊ ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് ആണ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ഇന്റർവ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? അപ്പൊ ഈ ക്ലോസ് എൻഡഡ് ആയാലും ഓപ്പൺ എൻഡഡ് ആയാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ് ഈ പേഴ്സണൽ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇപ്പൊ മോഹൻലാലിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇപ്പോ താങ്കൾക്ക് മമ്മൂട്ടിയുടെ സിനിമകളോട് ഇഷ്ടക്കൂടുതലുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് യെസ് ഓർ നോ എന്നുള്ള ആൻസർ വേണമെങ്കിൽ അദ്ദേഹത്തിന് തരാം. അതെന്താണ്, ഇറ്റ്സ് എ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ, അല്ലെ? നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു യെസ് ഓർ നോ അല്ലെ MCQ മാതിരിയൊക്കെ വരുന്ന ക്വസ്റ്റ്യനുകൾ, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ആ ഒരു ഏരിയ നമ്മൾ ക്ലോസ് എൻഡഡ് എന്നും, അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ എൻഡഡ് എന്നും പറയാം. അപ്പോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസും നമുക്ക് എവിടെ ചോദിക്കാം? ഈ പറയുന്ന പേഴ്സണൽ ഇന്റർവ്യൂസിൽ ചോദിക്കാം. ഓക്കെ. എല്ലാ കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസും, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ ചോദിക്കാം. ഓക്കെ. ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഒരു ചെറിയ അലൈൻമെന്റിന്റെ പ്രശ്നം വന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്ത് ഞാൻ നോട്ടിൽ തന്നോളാം. അപ്പൊ ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ഏതിനാണെന്ന് ചോദിച്ചാൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ എസ് ഓർ നോ ഒരാളെ ഇന്റർവ്യൂവിന് വിളിച്ച് എത്തിയിട്ട്, ഓക്കെ താങ്കൾ പറയൂ, ഇത് ശരിയാണോ തെറ്റാണോ, ഇത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ ചോദിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ചോദിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അതാണ്
ഈ ഒരു ഇതിന്റെ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്. നാലാമതായിട്ട് നമുക്ക് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ റെസ്പോണ്ടന്റിന്, അതായത് ഉത്തരം തരുന്ന ആൾക്ക് അങ്ങോട്ട് വ്യക്തമായില്ല. അപ്പൊ നമുക്ക് അവിടെ തെറ്റിദ്ധാരണകളൊന്നും വരുന്നില്ല അല്ലെ. നമുക്ക് ആ കാര്യം ആംബിക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് തന്നെ അൺക്ലിയർ ആയിട്ടുള്ള, അതായത് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ തരാന് ഇതുവഴി പറ്റും എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ അഡ്വാൻറ്റേജസ് ഓർത്തിരിക്കുക. പേഴ്സണൽ ഇന്റർവ്യൂസിന്റെ ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് ആണ്, ഉത്തരങ്ങൾ നമുക്ക് അപ്പപ്പോ കിട്ടും, എല്ലാത്തരം ചോദ്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അപ്പൊ തന്നെ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോവാം അല്ലെ. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഓക്കെ നിങ്ങൾ എന്താണ് ഇതുവരെ ജോലിക്കൊന്നും പോകാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ അത് ക്ലിയർ ആക്കി ആ ക്വസ്റ്റ്യന്റെ ഉത്തരം വാങ്ങിയിട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് ആണ്, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്യാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യും. പിന്നെ ആംബിഗ്വസ് ക്വസ്റ്റ്യൻസ്, അതായത് അൺക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. അതായത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ഈ പേഴ്സണൽ ഇന്റർവ്യൂവിന് ദോഷങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ. ദോഷങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത്തെ ദോഷം എന്ന് പറയുന്നത് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ഇതിപ്പോ നമ്മൾ ഒരു സൊസൈറ്റി അല്ലെ, ഒരു സമൂഹത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അവിടെ ഒരു 100 പേരെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ 100 പേരുടെ വീട്ടിൽ പോയി പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെലവുള്ള സംഭവമാണ്. അപ്പം എക്സ്പെൻസീവ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കേസ് പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങള് നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിട്ട് അവരോട് പറയും, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ ഇങ്ങനെ പറയണം കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാനായിട്ട് പറ്റും അല്ലെ. സ്വാധീനിക്കാനായിട്ട് പറ്റും. അപ്പൊ അതൊരു പ്രശ്നമാണ്. പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്. ഈ റെസ്പോണ്ടൻസിനെ ഈ പറയുന്നത് പോലെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ചില ഇപ്പം എന്താണ് ചില റിയാലിറ്റി ഷോകളിലൊക്കെ കണ്ടിട്ടില്ലേ, നേരത്തെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു വിടും, ഇന്ന ഇത് ചോദിക്കുമ്പോ ഇന്നത് പറയണം എന്ന് പറഞ്ഞിട്ട് അവരോട് നേരത്തെ പറയാം. അപ്പൊ അതൊക്കെ പേഴ്സണൽ ഇന്റർവ്യൂസിൽ വരുന്ന കുഴപ്പങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മോർ ടൈം ടേക്കിംഗ് ആണ് അല്ലെ. അത്യാവശ്യം നല്ല ഡിലേ വരും എന്നുള്ളത്. കാരണം ഇത്രയും ആൾക്കാരുടെ അടുത്ത് നേരിട്ട് പോയി അതിന്റെ പൈസ ചെലവാക്കി അവരെ കണ്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ ബോധിപ്പിച്ച് അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ടൈം എടുക്കും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല അല്ലെ. യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം, ഇതൊക്കെ അതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം എക്സ്പെൻസീവ് ആണ്, അതുപോലെ നല്ല സമയം എടുക്കും, അതുപോലെ ഈ പറയുന്നത് പോലെ ഉത്തരം തരുന്ന ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ പേഴ്സണൽ ഇന്റർവ്യൂസ് എന്താണ്, പേഴ്സണൽ ഇന്റർവ്യൂസിന്റെ ഗുണവും ദോഷവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. രണ്ടാമത്തെ മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്, മെയിലി ക്വസ്റ്റനെയർ സർവീസ് എന്ന് പറയുന്നത്, സർവേസ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് മെയിലിൽ കൂടെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ വ്യക്തികൾക്കും, ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കാണ് വിവരം അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെയിലിൽ എന്ത് ചെയ്യും, ക്വസ്റ്റനെയർ അയച്ചു തരും. ക്വസ്റ്റനെയർ എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ അതിനെ ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ക്വസ്റ്റനെയർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ആ ക്വസ്റ്റനെയർ ഞാൻ ഒരു ഡേറ്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് തിരിച്ചയച്ചു തരണം. ഇതിനെയാണ് നമ്മളൊരു സിംപ്ലി എന്തെന്ന് പറയുന്നത്, മെയിലിംഗ് ക്വസ്റ്റനെയർ സർവേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാനൊരു ഡേറ്റ് പറയും, ആ ഡേറ്റിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെനിക്ക് റിട്ടേൺ ചെയ്ത് തരണം. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ മറ്റേ അസൈൻമെന്റ്സ് ഒക്കെ പറയത്തില്ലേ, അസൈൻമെന്റ്സ് വന്നിട്ട് പറയും, ഓക്കെ നിങ്ങൾ 31-ാം തീയതിക്ക് മുമ്പേ എന്ത് ചെയ്യണം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഞാൻ നിങ്ങൾക്ക് സർവേയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അയച്ചു തരും. ആ ക്വസ്റ്റ്യൻസ് വിത്തിൻ, അതായത് ഇപ്പം ഒരു ഡേറ്റ് ഞാൻ പറയും, ആ ഡേറ്റിന് മുന്നേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരണം.
അപ്പൊ ഇതിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പൊ ഗുണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇതിന്റെ ഒരു ഗുണം എന്തായിരിക്കും? ഇതിന്റെ ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര എക്സ്പെൻസീവ് അല്ല. നമ്മള് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ ഒരു ദോഷമായിട്ട് പറഞ്ഞ കാര്യമാണ് അത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളത്, അല്ലെ? കാരണം പേഴ്സണൽ ഇന്റർവ്യൂസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെലവുള്ള കാര്യമാണ്. നമ്മൾ ഓരോ ആൾക്കാരുടെയും വീട്ടിൽ പോയി അവരുടെ ഡീറ്റെയിൽസ് ശേഖരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരിടത്ത് ഇരിക്കുന്നു, ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ ലാപ്ടോപ്പിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് മെയിൽ അയക്കുന്നു, നല്ല ചെലവും ഉണ്ടോ? ആകെ പഠിച്ചിട്ട് നെറ്റ് പോവുമായിരിക്കും, അല്ലാതെ നമുക്ക് ചെലവ് വല്ലതും ഉണ്ടോ? ഒരു ചെലവും ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ആൾക്കാർക്കൊന്നും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ, ഇപ്പം നിങ്ങള് ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ ആലോചിച്ച് നോക്കുക. ഇപ്പം കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ അതിന്റെയും ഉള്ളില് ഉൾക്കാടുകളിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ആദിവാസി സമൂഹങ്ങളൊക്കെ. അപ്പൊ അവരുടെ അടുത്തൊക്കെ നമുക്ക് ഇങ്ങനെ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ചെന്നാൽ ഒന്നാമത്തെ കാര്യം അവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സർവേ മെയിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം ആദിവാസികളുടെ ഇടയ്ക്കൊക്കെ ഇത് എത്രമാത്രം പോസിബിൾ ആവുമെന്ന് നമുക്കറിയില്ല. കാരണം അവരുടെ കയ്യിൽ ടെക്നോളജി, ഈവൻ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉള്ളവര് തന്നെ എണ്ണത്തിൽ ഇപ്പൊ ഭയങ്കര കുറവാണ്, അല്ലെ? അപ്പോ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ റിമോട്ട് ഏരിയാസിൽ, അതായത് എത്തിപ്പെടാൻ പറ്റാത്ത ഇപ്പൊ എന്തെങ്കിലും മലനിരകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിചാരിക്കാം. ഓക്കെ, അത് അങ്ങനെ ഒരു റിയാലിറ്റി കോണ്ടെക്സ്റ്റിൽ അല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലം, ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞ ഒരു സ്ഥലമോ, ഇപ്പൊ എന്തെങ്കിലും ഒരു ദുരന്തമൊക്കെ വന്ന് ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥലം ഒറ്റപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, വെള്ളപ്പൊക്കമൊക്കെ വന്ന്, അപ്പൊ നമുക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഇൻഫർമേഷൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വസ്റ്റനെയർ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റനെയർ അയച്ചു കൊടുത്ത് അവരുടെ വിവരങ്ങൾ അറിയുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് അടുത്തതാണ് നോ ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ്. ഇത് നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞ കാര്യമാണ്, അല്ലെ? കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുന്നു, പിന്നെ അവർ അതിന് എന്ത് ആൻസർ തരുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുന്നു, അവർ പിന്നെ എപ്പോഴെങ്കിലും അതിന്റെ ഉത്തരം അയച്ചിട്ട് ഈ പറയുന്ന പോലെ നമുക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന റെസ്പോണ്ടൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷെ പേഴ്സണൽ ഇന്റർവ്യൂവിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ മേ ബി പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റനേഴ്സിന്റെ കേസ് വരുമ്പോൾ അങ്ങനെ പറ്റണമെന്നില്ല. ഓക്കെ. അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് അനോണിമിറ്റി ആണ്. അനോണിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഇപ്പൊ ആരാണ് ഇത് ആൻസർ കൊടുത്തത് അതൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നമ്മളത് ചോദിക്കാത്ത പക്ഷം, അതായത് നമ്മളിപ്പോ അവരുടെ പേരും അതൊക്കെ ചോദിക്കാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല ആരാണ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഗുണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ എങ്ങനത്തെ വേണമെങ്കിലും, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, അല്ലെ? നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഈ SMS-ലൂടെയൊക്കെ സർവേകൾ ഒക്കെ നടത്തുന്നുണ്ടല്ലോ, SMS-ലൂടെ ഒക്കെ നമ്മൾ സർവേകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഗുണങ്ങളാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. അപ്പം എക്സ്പെൻസ് കുറവാണ്, ഉൾപ്രദേശങ്ങളിലൊക്കെ എത്തണമെങ്കിൽ, റിമോട്ട് ഏരിയാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉൾപ്രദേശങ്ങളാണ്, അവിടുത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ റെസ്പോണ്ടൻസിന്റെ ആ ഒരു പേരും വിവരങ്ങളും ഒക്കെ പുറത്ത് വിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ റെസ്പോണ്ടൻസിന് മെയിൽ, അതായത് ഈ റെസ്പോണ്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മറുപടി തരുന്ന ആൾക്കാരാണ് കേട്ടോ. ഈ മറുപടി തരുന്ന ആൾക്കാരുടെ യാതൊരു ഇൻഫ്ലുവൻസും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കത്തില്ല. പിന്നെ നമ്മൾ പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം എന്നുള്ളതും ഇവിടുത്തെ ഒരു ഗുണമാണ്. ഓക്കെ. അപ്പം മെയിലിംഗ് ക്വസ്റ്റനെയർ സർവേസിന്റെ ഗുണങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ദോഷങ്ങളിലേക്ക് പോകാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ. അതായത് ഈ ആദിവാസി സമുദായങ്ങളിലേക്ക് ഈ പറയുന്ന ക്വസ്റ്റനെയർ നമ്മൾ അയച്ചു കൊടുത്തു. ഇവർക്ക് വായിക്കാനോ എഴുതാനോ ഈവൻ അവർക്ക് ടെക്നോളജി പോലും ഇല്ല. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് ഈ പറയുന്ന മെയിലിംഗ് ക്വസ്റ്റനെയർസ് യൂസ് ചെയ്യുന്നത് സ്യൂട്ടബിൾ ആയിരിക്കുമോ? ഒരിക്കലും അല്ല, അല്ലെ? അതൊരു മണ്ടത്തരമായിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തുള്ള ഏരിയയിലൊന്നും അവർക്ക് ഫോണോ നെറ്റോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. മെയിൽ എന്താന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത ആൾക്കാര്, മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാര് ആ ഒരു ഏരിയാസിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ഇതിന് റെസ്പോൺസ് തരാനായിട്ട് പറ്റണമെന്നില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കും ഈ സാധനം തിരിച്ചു കിട്ടാൻ. ഇപ്പൊ
ഇപ്പൊ നമ്മൾ പറയും ജൂൺ 15-ാം തീയതിക്ക് മുമ്പേ കൊടുക്കണം, അല്ലെ ജൂലൈ 15-ന് മുമ്പേ തരണം എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് ആ ഒരു സമയത്തിനുള്ളിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയ വിവരമില്ലാത്തത് കൊണ്ട് അവരിത് കൈവച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഇപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും, ഓക്കെ മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് പറയാമോ എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ചോദിക്കാൻ പറ്റുവോടെ? പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ചോദിക്കാനായിട്ട് പറ്റത്തില്ല. അതായത് ആംബിഗസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്ലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഇവിടെ നമുക്ക് കിട്ടത്തില്ല. കാരണം ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് അല്ലെ. സോ നമുക്ക് അവിടെ എന്താണ് അവർക്ക് മനസ്സിലായോ ഇല്ലയോ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാക്ഷൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെ, അതിനോട് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ചിലപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യനെയറുകളൊക്കെ അയച്ചു കൊടുക്കുമ്പോഴേ അവർ ഈവൻ അത് കംപ്ലീറ്റ് പോലും ചെയ്യാതെ തിരിച്ചയക്കുന്ന ഒരു രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് എഴുതാനും വായിക്കാനും അറിയാത്തവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് സമയമെടുക്കും. അതുപോലെ ക്ലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് വിട്ടുകളയേ മാർഗമുള്ളൂ, കാരണം അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ റിയാക്ഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, അതായത് ആൾക്കാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ ആണോ? അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ സർവേകളുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ടെലിഫോൺ ഇന്റർവ്യൂസ് ആണ്. ഞാൻ പറഞ്ഞു ടെലിഫോൺ എടുക്കുന്നു, ചോദ്യം ചോദിക്കുന്ന ആള് ടെലിഫോണിലൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, ഓക്കെ നിങ്ങളുടെ പേരെന്താ, എന്നിട്ട് ഞാൻ അത് നോട്ട് ചെയ്യും. നിങ്ങളുടെ പേരെന്താ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനത്തുള്ള ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്യുന്നത്, ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെലിഫോൺ ഇന്റർവ്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ടെലിഫോണിലൂടെ നമ്മൾ കാര്യങ്ങൾ വിളിച്ച് തിരക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? നിങ്ങൾ തന്നെ പറ. ഇത് പേഴ്സണൽ ഇന്റർവ്യൂസിനെക്കാട്ടിലും എന്താണ് ചെലവ് കുറഞ്ഞതാണ് അല്ലെ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഫോൺ എടുക്കുന്നു, ആൾക്കാരെ വിളിക്കുന്നു, തിരക്കുന്നു. നമുക്ക് വീട് വീട് കയറി പോയി ചോദിച്ച സമയമോ ഈ പറയുന്ന പോലെ കോസ്റ്റോ വല്ലതും കളയണോ? ചെലവുണ്ടോ? ചെലവ് കുറവാണ് കേട്ടോ. ചെലവ് കുറവാണ്. ചെലവ് മാത്രമല്ല, ടൈമും കുറച്ചു മതി. കാരണം ഒരാള് ഫോൺ വിളിച്ചു വെക്കുന്ന ആ ഒരു സമയം മാത്രം മതി അല്ലെ. അയാൾ എത്ര പെട്ടെന്ന് കാര്യങ്ങൾ പറയുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ഈ പറയുന്നത് പോലെ ഡേറ്റ കിട്ടും. അപ്പം ലോ കോസ്റ്റും ടൈമും ആണ് എന്തിനു വേണ്ടത്? ഈ പറയുന്ന ടെലിഫോൺ കോൺവെർസേഷന് വളരെ കുറഞ്ഞ കോസ്റ്റും കുറഞ്ഞ ടൈമും മതിയാവും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചോദിക്കുന്ന ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അല്ലെ. പേഴ്സണൽ ഇന്റർവ്യൂസിലെ പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അതൊന്നുകൂടെ ഒന്ന് പറയുവോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല അല്ലെ. ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ് ആണ്. അതായത് റെസ്പോണ്ടൻസ്, നമുക്ക് ഈ ഉത്തരം തരുന്ന ആൾക്കാരെ നമുക്ക് വലിയ രീതിയിൽ സ്വാധീനിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം പേഴ്സണൽ ഇന്റർവ്യൂലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാധീനിക്കാൻ നോക്കാം, പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്വാധീനിക്കാനൊന്നും പറ്റത്തില്ല. അതൊരു നല്ല കാര്യമാണ്. പിന്നെ റെസ്പോൺസ് റേറ്റും കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ അയാൾ അപ്പൊ തന്നെ നമുക്ക് മറുപടി തരുമല്ലോ. ഇപ്പം മെയിലിന്റെ കേസ് വരുമ്പോഴാണ് നമുക്ക് ഈ റെസ്പോൺസ് റേറ്റ്, അതായത് ഈ തിരിച്ചു കിട്ടുന്നത് നല്ല വൈകുന്നത് ഈ സെക്കൻഡ് കേസിലാണ്, നമ്മൾ പറഞ്ഞ മെയിലിംഗ് ആ ഒരു സർവേയുടെ കേസിലാണ്. ബാക്കിയെല്ലാം നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം റെസ്പോൺസ് റേറ്റ് കൂടുതലാണ്. ഇപ്പം ഈ പറയുന്ന പേഴ്സണൽ ഇന്റർവ്യൂ ആയാലും ടെലിഫോൺ ഇന്റർവ്യൂ ആയാലും ഇതിനൊക്കെ റെസ്പോൺസ് റേറ്റ് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഗുണങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പം ചുരുങ്ങിയ ചെലവ് മതി, ചുരുങ്ങിയ സമയം മതി, അതുപോലെ നമുക്ക് ഉത്തരം പറയുന്ന ആളെ വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനാണെങ്കിൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോൺ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉത്തരം പറയാൻ പറ്റുമോ? ഫോൺ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് നടക്കുവോ?
അപ്പൊ ഫോൺ വേണം എന്നുള്ളത് ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ അത് വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ നമ്മളത് വലുതായിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ അങ്ങനെ ടെലിഫോൺ ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ടെലിഫോൺ ഇന്റർവ്യൂകൾ അങ്ങനെ നടത്താറില്ല. അപ്പം ഇപ്പൊ അതങ്ങനെ യൂസിലില്ല എന്നുള്ളതാണ് കാരണം. കുറെ ആൾക്കാരുടെ കയ്യിലൊന്നും ടെലിഫോൺ ഇല്ല എന്നുള്ളത്. പിന്നെ റിയാക്ഷൻ ഇപ്പം നമ്മൾ മെയിൽ അയച്ചു കൊടുക്കുന്നത് പോലെ തന്നെയാണ് അല്ലെ. നമുക്ക് അയാളുടെ മുഖത്ത് എന്ത് ഭാവമാണ് വരുന്നത്, അയാളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. നമ്മളിപ്പം അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അവരതിനെ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അവിടെ പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇത്രയാണ് നമുക്ക് മെയിൻലി ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത് മെയിൻലി. അപ്പം എന്റെ കൂടെ നിങ്ങൾ തന്നെ ഒന്ന് റീകോൾ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഡേറ്റ കളക്ഷൻ നമുക്ക് മൂന്ന് രീതിയിലാണുള്ളത്. ഏതൊക്കെയാണ്? പേഴ്സണൽ ഇന്റർവ്യൂസ് ഉണ്ട്. പേഴ്സണൽ ഇന്റർവ്യൂസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ മെയിലിംഗ് ക്വസ്റ്റനെയർ പറഞ്ഞു. മൂന്നാമതായിട്ട് നമ്മൾ ടെലിഫോൺ ഇന്റർവ്യൂ പറഞ്ഞു. അതിന്റെ ഓരോന്നിന്റെയും പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു. റെസ്പോൺസ് റേറ്റ് കൂടുതലാണ്, എല്ലാത്തരം ക്വസ്റ്റ്യൻസും ചോദിക്കാം, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലെങ്കിൽ അത് നമുക്ക് ക്ലിയർ ആക്കാം. എന്നാൽ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു, അത് നല്ല ചെലവാണ്, നല്ല ടൈം എടുക്കും, ആൾക്കാരെ എന്താണ് സ്വാധീനിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. മെയിലി ക്വസ്റ്റ്യൻ സർവേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സർവേ തയ്യാറാക്കി മെയിലിലൂടെ അയച്ചു കൊടുക്കുന്നു, ആൾക്കാർക്ക് കിട്ടി, അവരത് ആൻസർ ചെയ്ത് തിരിച്ചൊരു ഡേറ്റിന് മുമ്പേ നമുക്ക് അയച്ചു തരുന്നു. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് വലുതായിട്ടൊന്നും ഇല്ല, ഉള്ളിലുള്ള പ്രദേശങ്ങളിലേക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു തരത്തിലും നമുക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റില്ല അല്ലെ. പിന്നെ ആരാണ് അയച്ചത് അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ, ടെക്നോളജിയുമായിട്ടൊന്നും അത്ര പരിചയമില്ലാത്ത ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അവര് ഈ ഇന്ന ഒരു ഡേറ്റിന് മുന്നേ തരണം എന്ന് പറഞ്ഞാലും അത് തരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് റെസ്പോൺസ് ഒന്നും ആൾക്കാരുടെ കാണാൻ പറ്റത്തില്ല. ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ടെലിഫോൺ എടുത്തിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അത് ഈ പറയുന്ന പോലെ ചെലവ് കുറവാണ്, ടൈം കുറവ് മതി. അതുപോലെ വലുതായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാരെ. എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അല്ലെ. അപ്പൊ കുറച്ച് ചീപ്പർ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ ടെലിഫോൺ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ് അല്ലെ, ലിമിറ്റഡ് യൂസ് ആണ്, ഇപ്പൊ നമ്മൾ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ റിയാക്ഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാരുടെ റിയാക്ഷൻ ഒന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ലാസ്റ്റത്തെ പോയിന്റ് ഇവിടെ ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിന്റെ ഓൾറെഡി അതിന്റെ ഓപ്പോസിറ്റ് പോയിന്റ് നമ്മൾ ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ഡിഫറെന്റ് മോഡ് ഓഫ് കളക്ടിങ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് പഠിക്കുക, ടെക്സ്റ്റും കൂടെ നിങ്ങളൊന്ന് വായിക്കണം. ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ട് തന്നെയാണ്, കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. സോ ഇത്രയും ടെക്സ്റ്റിനെ കൂടെ വായിച്ച് നോട്ടും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൈലറ്റ് സർവേ തൊട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.